അപ്പൊ നമ്മുടെ പക്രുവിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഞങ്ങൾ എടുക്കും, വേഗാവട്ടെ. ഈ ഒരു ഗിഫ്റ്റിനും 3 ചാൻസ് ഉണ്ട്. എന്താന്ന് കണ്ടുപിടിക്കോ? മൂന്നാമത്തെ ഗിഫ്റ്റ് കൈമാറുകയാണ്. ഇതിലെങ്കിലും കറക്റ്റ് ആയിട്ട് പറയുമെന്നറിയാം. ബർത്ത്ഡേ വേണ്ടിയും ഗിഫ്റ്റ് മുഴുവൻ നമുക്ക് 1 2 3 4 5 5 വട്ടവും കമ്പനിക്ക് തന്നെ. അല്ല, തെറ്റിപ്പോയി. പക്രു ഡ്രസ്സാന്ന് വിചാരിച്ച് കിട്ടിക്കുന്നതെല്ലാം ഒരു 30 ജോഡി. പക്രുവിനോട് തന്നെ ചോദിക്കാം. നല്ലതായിരുന്നു. അപ്പൊ നമ്മുടെ പക്രുവിന്റെ ബർത്ത്ഡേ ആണെന്ന്. ആണ്ടുതോറും നടത്തി വരുന്ന പക്രുവിന്റെ പിറന്നാൾ ഈ കൊല്ലവും അടിപൊളിയാക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ് സെറിമണിക്ക് കടക്കാം. സെറിമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്രുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. നമ്മുടെ പ്ലാൻ പ്രകാരം പക്രു ആ ഗിഫ്റ്റ് എന്താന്ന് റെക്കഗ്നൈസ് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്രുവിന് ഗിഫ്റ്റ് കിട്ടും. അല്ലാത്ത പക്ഷം കമ്പനിക്ക് അടിക്കും. അപ്പൊ പക്രുവിന് ഒരു കാര്യത്തില് 2-3 ചാൻസുകൾ നമ്മൾ കൊടുക്കും. പക്രു ഇത് കറക്റ്റായിട്ട് പറയണം. പറ്റിയില്ലെങ്കിൽ വേറെ ഗിഫ്റ്റ് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ കമ്പനി കൊണ്ടുപോകും, അത് അറിയില്ല. അപ്പൊ നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. അപ്പോ വീഡിയോന്റെ ഒരു ഇതിലാണ് അവരവിടെ കൊണ്ടുവരുത്തിക്കണേ. അവരെല്ലാരും കൂടി വരും. കേക്കട്ടെ, വാ ഇവിടെ നിക്ക്. എന്നിട്ട് നിങ്ങൾ നിന്ന് അതേ പൊസിഷനിൽ നിന്നോളൂ. അപ്പൊ നിങ്ങളെ ഈ ക്യാമറയിൽ കിട്ടാൻ പാകത്തിന് നിന്നോളൂ. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. റെഡി റെഡി ആ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി കേക്ക് കട്ടിങ് സെറിമണി കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പക്രു ഗിഫ്റ്റ് എന്താന്ന് കണ്ടുപിടിക്കണ ചടങ്ങാണ്. അപ്പൊ ഈ ഗിഫ്റ്റ് എന്താന്നുള്ളത് പക്രു കറക്റ്റായിട്ട് പറയണം. അതില് 3 ചാൻസ് ഉണ്ട്. 3 തെറ്റി കഴിഞ്ഞാൽ കമ്പനിക്ക് അടിക്കും. ഓക്കെ, ഫസ്റ്റ് ചാൻസ്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? 3 ചാൻസ് ഉള്ളു കേട്ടോ. എന്തത്? അപ്പൊ ഭുവനിയുടെ ആദ്യത്തെ ക്ലൂ എന്താണ്? ഭുവനി ആദ്യത്തെ ക്ലൂ ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറാണ് ഓർക്കണം. അടുത്തത് അല്ല, ക്യാമറ. ഗോൾഡൻ കളറാണ് ഫസ്റ്റത്തെ ക്ലൂ. ചേച്ചി തന്നെ കുറച്ച് ദിവസം മുമ്പ് അത് ഉപയോഗിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, പുതിയതാ. ഒരെണ്ണം കൂടി ക്ലൂ കൊടുക്കാം. ഒരു ക്ലൂ കൂടി. എന്താണ് ആ ക്ലൂ? She's waiting for the clue. മെയിൻലി ഗേൾസ് ഉപയോഗിക്കുക. ഗേൾസ് ആണ് അത് ഉപയോഗിക്കുക. തെറ്റി. സ്ലൈഡ് അല്ല, നമ്പർ 1 തെറ്റി. ഓക്കേ, നെക്സ്റ്റ്. പറയ് അടുത്ത ഗസ്. കുഴപ്പമില്ല, ഗസ് ചെയ്തോ. ടൈം എടുക്കണ്ട, വേഗം പറഞ്ഞോ. നല്ല 2 പറ. മാല തെറ്റിപ്പോയി. നെക്സ്റ്റ്. ലാസ്റ്റ് ചാൻസ്. ലാസ്റ്റ് ചാൻസ്. ഞങ്ങൾ എടുക്കും, വേഗാവട്ടെ. മൂന്നാമത്തെ ചാൻസ്. കമ്മൽ തെറ്റിപ്പോയി. ഭുവനി അല്ലെങ്കിൽ അവസാനം കൊടുക്കാം. ഇവിടെ അടുത്ത ഗസ്. ഇതിലും 3 ചാൻസ് ഉണ്ട്. ഈ ഒരു ഗിഫ്റ്റിനും 3 ചാൻസ് ഉണ്ട്. എന്താന്ന് കണ്ടുപിടിക്കോ? കിലിംഗ് ഇല്ല, ഒരു ഗിഫ്റ്റ് കിലിംഗ് ഇല്ല. ഇത് ലിപ്സ്റ്റിക് ആയിരിക്കും. ലിപ്സ്റ്റിക്. ഓപ്ഷൻ നമ്പർ 2 പറയൂ. അല്ല, ലിപ്സ്റ്റിക് അല്ല. ഗ്ലോ അല്ല. ഹൈലൈറ്റർ അല്ല, തെറ്റിപ്പോയി. അപ്പോ രണ്ടാമത്തെ ഗിഫ്റ്റ് നമ്മുടെ കമ്പനി അടിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഗിഫ്റ്റ് കൈമാറുകയാണ്. ഇതെന്താണ് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ഗിഫ്റ്റ്. ഇതിൽ ഇവള് ശരി ഉത്തരം പറയും. ശരി ഉത്തരം
പറയോ പറയില്ലേ എന്ന് നോക്കാം. ഇത് കിടക്കുന്നുണ്ട്, കിലുങ്ങുന്നുണ്ട്. പക്ഷെ എന്താന്നറിയില്ല. പറയട്ടെ, മൈക്ക് പിടിച്ചോ. ക്ലൂ കൊടുക്കൂ. ക്ലൂ വേണോ? കളിപ്പാട്ടാണോ? കളിക്കണേ ക്ലൂ ഞാൻ തരാം. കളിക്കാറുമുണ്ട് ഇത് വെച്ച്. കൂടുതലും ആൺപിള്ളേര് എന്താ പറയുക, കളിക്കാറുണ്ടോന്ന്. അപ്പൊ ആ ഗിഫ്റ്റും കമ്പനി അടിച്ചിരിക്കുന്നു. ഇതിലെങ്കിലും കറക്റ്റ് ആയിട്ട് പറയുമെന്ന് അറിയാം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെയാണ് പഠിക്കണേ. അപ്പൊ എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാം. ബ്രോക്കർ ബ്രോയില് മാത്രം മൈക്കും കാര്യങ്ങളും പോരാ, വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ക്ലൂ കൊടുക്കാം. മൈക്കല്ല, മൈക്ക് 2 ഉണ്ടല്ലോ. എന്തായിരിക്കും? ഇതിന് ക്ലൂ ഇല്ല. കുലിക്കാൻ പൊട്ടും. ഒന്നാമത്തെ ക്ലൂ പിന്നെയും കമ്പനിക്ക് അടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ സാധനം. അടുത്ത ഗിഫ്റ്റ് ഇതും ചിലപ്പോൾ കുലുങ്ങിയാൽ പൊട്ടും. മണിക്കുട്ടി പിന്നെ ഓടുകയാണ്. ഇതുവരെ പക്രുവിന് അടുത്ത് പോലും എത്തിയിട്ടില്ല. അതെ അതെ, കമ്പനിക്ക് കൊടുക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. 5 വട്ടവും കമ്പനിക്ക് തന്നെ. മനസ്സിലാവണേ ഇല്ല. കനമുള്ള ഒരു വസ്തുവാണ് പക്രുവിന്റെ കയ്യിലിരിക്കുന്നത്. ഇതെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ക്ലൂ സാധനമാണ്. മിഠായി അല്ല, ആ മിഠായി ഉണ്ട്. ഞെക്കാൻ സ്പോഞ്ച് പോലെ. മാഷ്മലോ അല്ല, തെറ്റിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് വേണമെന്നും പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പക്രുവിന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. ബാക്കി 1, 2, 3, 4, 5 ഗിഫ്റ്റും കമ്പനിക്ക്. ഞാൻ പറയാം. അടുത്ത ഗിഫ്റ്റ് ക്ലൂ ഭുവനി പറയുന്നതാണ്. ഭുവനിയുടെ ക്ലൂ ശരിയാക്കണം. 1, 2, 3, 4, 5, 6. ഏഴാമത്തെ ക്ലൂ ഭംഗിയുള്ളതാണ്. ഉപയോഗിക്കുന്നതല്ല. ഞാൻ ഉപയോഗിക്കണല്ല. ഉപയോഗിക്കുന്ന സാധനല്ല. അങ്ങനെ വല്ലതായിരിക്കാം. ഷോ പീസ് ആണ്. അങ്ങനെ ഷോ പീസ്. ഓക്കെ, രണ്ടാമത്തെ ഗിഫ്റ്റും പക്രൂന്. അങ്ങനെ 1, 2, 3, 4, 5. 5 എണ്ണം കമ്പനിക്കും, 2 എണ്ണം ഇത് ഡ്രസ് അല്ലല്ലോ. എന്തത് പാടണേ? എന്തായിരിക്കും ഇത്? ക്ലൂ ശരി ഉത്തരമായിരുന്നു. അവിടെ ചോളൂ. ഇത് എത്ര? ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ. ഇതിനുള്ള ഉത്തരം ഭുവനി പറയുന്നതാണ്. ഷൂ ആണോ അല്ലയോ എന്ന്. ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ. അപ്പോൾ പക്രു പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. 4 ഗിഫ്റ്റ് കിട്ടി. ഡ്രസ് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കമ്പനിക്കും അതില്ല. എന്നാ ഇത് ഗസ് ചെയ്ത് പറയട്ടെ. ഇത് ഡ്രസ്. അങ്ങനെ അതിസാഹസികമായി പക്രു 5 കമ്പനിക്ക് 5, പക്രുവിന് 5. കൈയടിക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് ഒന്ന് കണ്ണടച്ച് 10 കൊടുത്തേക്കാം. ഇനി പൊട്ടിക്കൽ സെറിമണിയാണ്. മഞ്ഞ കളറാണ്.
എന്നും ഉപയോഗിക്കുന്നതാണ്. അമ്മയുടെ മുഖത്താണ് കൂടുതൽ ക്യൂരിയോസിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നത്. പൊട്ടിത്തെറിച്ചാൽ കമ്പനി ഉത്തരവാദിയല്ല. കിട്ടിയ സമ്മാനാണ്. അപ്പോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ആദ്യത്തെ സമ്മാനം ഒരു ഗോൾഡൻ സൂചി. വിഷുവിന് സാരി ഉടുത്തപ്പോ ഉപയോഗിച്ചു. അടിപൊളി. ഗിഫ്റ്റ് നമ്പർ 1. ഇങ്ങനത്തെ സാധനങ്ങൾ അടുത്ത ഗിഫ്റ്റ് പക്രു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്രുവിന്റെ തണ്ടൽ വേദന നോക്കി നമ്മൾ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. തണ്ടൽ വേദനയ്ക്കുള്ള ഓയിൽമെന്റ്. തുറന്നു നോക്കിക്കോട്ടാ. ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിലോ? ഓയിൽമെന്റ്. പക്രുവിന്റെ പിന്നെയും കബളിക്കപ്പെട്ടിരിക്കുന്നു. കമ്മൽ, ഹെയർ ബാൻഡ്, ലിപ്സ്റ്റിക്. പക്ഷെ പറഞ്ഞ പാക്കറ്റ് മാറിപ്പോയിരിക്കുന്നു. അതും പക്രുവിന് ഇഷ്ടപ്പെട്ട അതേ മോഡൽ റോസ്വുഡ് 35. ഇനി അടുത്ത സാധനം എഴുതി പഠിക്കാൻ പേന. എഴുത്തും വായന അറിയില്ലെങ്കിലും ഒരു പേന. പക്രുവിന് ഇഷ്ടമുള്ള തുറക്കാം. പക്രുവിന്റെ മൂന്നാമത്തെ പെട്ടി. നല്ലൊരു പെട്ടിയാണത്. നല്ല പെട്ടിയിലല്ലല്ലോ കാര്യം. മൂന്നാമത്തെ പെട്ടി. മൂന്നാമത്തെ പെട്ടി ബ്രൗണി. പക്രു സമ്മതിച്ച മൂന്നാമത്തെ പെട്ടിയിൽ എന്തായിരുന്നു? വായിക്കൂ. ചിഞ്ഞിയുടെ ബ്രൗണി. അങ്ങനെ പക്രുവിന് 2 ഫ്ലേവറിലുള്ള 2 ബ്രൗണി കിട്ടിയിരിക്കുന്നു. അടുത്ത പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യണോ? എങ്ങനെ സിമ്പിൾ. ഇതാണ് ഇത് ഞാൻ ഗസ് ചെയ്തത്. പക്രുവിന്റെ പാവക്കുട്ടി. അപ്പൊ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആയി നമ്മുടെ ഭൂപതി. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കാണിക്കൂ. പാവക്കുട്ടി. ഓക്കെ. അപ്പൊ പാവക്കുട്ടി ഇവിടെ ഇരിക്കട്ടെ. പാവക്കുട്ടി ഉള്ളിൽ ഒരു എന്താന്ന് പറയൂ? എന്തത്? കീച്ചെയിൻ മാത്രല്ല, അത് തുറന്നാലത് മിറർ. ഇനി സൗന്ദര്യം നോക്കി ആസ്വദിക്കാൻ പക്രുവിന് ഒരു മിററാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ മോളിലേക്ക് എടുത്തോ. വായിച്ചോ? ഫുൾ പൊക്കിട്ട് വായിക്കി. ഒന്നുകൂടി വായിക്കൂ. അതിന്റെ കൂടെ ഒരു ഡയറി മിൽക്ക് പണിയെടുത്ത ഭുവനിക്കും ശ്രീപതിക്കും ഒക്കെ പണി ചെയ്തതിന്റെ ഒരു നന്ദി ഉപകാരമായിട്ട് കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവളുടെ കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ്. ഇന്റലിന്റെ ഉള്ളിൽ എന്താണുള്ളത്? വായിക്കൂ. വായിക്കേ. ജാനുവിന്റെ മീരപ്പൊടി, കൂട്ടുപാപ്പയുടെ പച്ചലേസ്. അപ്പോ കുളിക്കാൻ വേണ്ടി മീരപ്പൊടി. കുളിക്കാറില്ല എന്ന് തോന്നുന്നു. പക്രുവിന്റെ ഫേവറേറ്റ് പച്ചലേസ്. ഞാൻ അവിടെ ഷൂവിന്റെ കവറും കണ്ടായിരുന്നു ഓർബിറ്റിന്റെ. അവിടെ ഒരു കവറും കണ്ടായിരുന്നു ഓർബിറ്റിന്റെ. അപ്പൊ പക്രുവിന്റെ ഒരു ചെരുപ്പാണെന്നാണ് പക്രു പറയുന്നത്. ചെരുപ്പ് ഒന്ന് കാട്ടി കൊടുക്കൂ ഗൈസ്. ഇത് ഇവിടെ എങ്ങും കിട്ടാത്ത ഒരു സ്പെഷ്യൽ മോഡൽ ചെരുപ്പാണ്. സ്പെഷ്യലി ഡിസൈൻ ഫോർ പക്രു. ഓർബിറ്റിൽ കിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. വേറെ പീസ് ഇല്ല. കിട്ടിയതെടുത്തു. പക്രുവിന്റെ അവസാനത്തെ ഗിഫ്റ്റ്. പക്രു ഡ്രസ്സാന്ന് വിചാരിച്ച് കിട്ടിയതെല്ലാം ഒരു 30 ജോഡി. അയ്യേ, അതാണോ? ആണോ? 30 ജോഡി ടവൽ. ഞാൻ വേറെ എന്തൊക്കെയോ. ഇതിവിടെ വെച്ച് തുറക്കണോ? ആണോ? തുറക്കണോ? ഞാൻ ആദ്യം നോക്കട്ടെ. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധന
നീ ഇടണം മേടിക്കണം എന്ന് കുറെ നാളായി പറയുന്നു. അത് എന്താ നമുക്ക് തുറന്നു കാണാം. ഇതെവിടെയാ? പേടിച്ചാണെങ്കിലും ഉള്ള ധൈര്യം മുഴുവൻ സംഭരിച്ച് പക്രു ഇതിങ്ങനെ Wow. പക്രുവിന്റെ 27ാമത്തെ ബർത്ത്ഡേ. 27 മഞ്ചൊന്നുമില്ല, ഫോട്ടോ ഉണ്ട്. കൊള്ളാം. ഇതൊക്കെ What is this? പച്ചൂരുടെ ഫോട്ടോസ്. പച്ചരു ഡേ. ഇതാണ് കമ്പനിക്ക് എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ. അത് മാത്രാണോ കമ്പനിക്ക്? ഹാപ്പി ആയില്ലേ മിഠായി കിട്ടിയപ്പോ? ഓ പക്രുവിന് അങ്ങനെ ഡ്രസ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഡോട്ടിനിലേക്ക് ഏത് ഡ്രസ്സും ഇടും എന്നുള്ള ചർച്ച, ഡോട്ടിനിലേക്ക് ഏത് ഡ്രസ് ഇട്ട് ഫ്ലെക്സ് ചെയ്യും എന്നുള്ള ചർച്ചയ്ക്ക് അവസാനം ഒരു അന്ത്യം എത്തിയിരിക്കുന്നു. കൊറിയൻ ടോപ്പ്. അങ്ങനെ പച്ചുറിന്റെ ഫ്ലെക്സിങ് മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് കേക്ക് കട്ടിങ് തുടരാം. കേക്കിന് വേണ്ടി അലൻ അവിടെ വെയിറ്റിംഗ് ആണ്. അലന്റെ കണ്ണിലാ കൊതി ഞാൻ കാണുന്നു. റാഞ്ചമാണ് നമ്മുടെ ഇന്നത്തെ കേക്ക്. അപ്പോ നമ്മുടെ പൊന്നോമനായ, നമ്മുടെ കണ്ണിലുണ്ണിയായ, തങ്കമണിയായ പക്രുവിനോട് തന്നെ ചോദിക്കാം, ഈ കൊല്ലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഇരുന്നു തങ്ങളുടെ? നല്ലതായിരുന്നു. മൈക്കില്ലേ? ആ മൈക്കുണ്ട്. എങ്ങനെയായിരുന്നു തങ്ങളുടെ? സൂപ്പർ. താങ്ക് യു. ബാക്കി എന്തെങ്കിലും? പക്രുവിന്റെ പാവക്കുട്ടീനെ ഷോക്കേസിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. പക്രുവിന്റെ പാവക്കുട്ടീനെ അങ്ങനെ ഷോക്കേസിൽ വെച്ചിരിക്കുന്നു. ഈ പാവക്കുട്ടിക്ക് ഒരു കൂട്ടുകാരൻ വേണ്ടേ? ഞാൻ പോയി അങ്ങനെ പാവക്കുട്ടി കമ്മിറ്റഡ് ആയിരുന്നു ഗൈസ്.